ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലോക്സഭയിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ എത്ര? 47 സീറ്റുകൾ, 84 സീറ്റുകൾ, 74 സീറ്റുകൾ, 62 സീറ്റുകൾ. ശരിയുത്തരം 47 സീറ്റുകൾ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹമേത്? മഗ്നീഷ്യം, ഇരുമ്പ്, അലൂമിനിയം, കൊബാൾട്ട്. ശരിയുത്തരം മഗ്നീഷ്യം. നെയ്യാറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. 1. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലാണ്. 2. 65 കിലോമീറ്റർ ആണ്. നീളം 1 നെയ്യാർ പതിക്കുന്ന കടൽ ബംഗാൾ ഉൾക്കടലാണ്. 4. നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ കല്ല, മുല്ലയാർ, കരവലിയാർ എന്നിവയാണ്. ശരിയുത്തരം 1ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. 2. ലോകത്ത് ഏറ്റവും അധികം സമ്പത്തുള്ള ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. 3. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ആറാട്ട് ഘോഷയാത്ര ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് എത്തുന്നത്. ശരിയുത്തരം 1, 2. ജാതി, മത, വർഗ, ഭാഷ, ലിംഗപ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതു പേരിൽ അറിയപ്പെടുന്നു? നിയമപരമായ വോട്ടവകാശം, ഭരണഘടനാപരമായ വോട്ടവകാശം, മൗലികമായ വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശം. ശരിയുത്തരം പ്രായപൂർത്തി വോട്ടവകാശം. ദയാർ ഹർജികളിൽ തീർപ്പു കൽപ്പിക്കാൻ അധികാരമുള്ളതാർക്ക്? ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം രാഷ്ട്രപതി. ബ്രഹ്മപുത്ര നദി വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരുകൾ നൽകിയത് ചേരുംപടി ചേർക്കുക. എ ഡിഹാക്, 1 അരുണാചൽ, ബി സാങ്പോ, 2 ടിബറ്റ് സി ജമുന, 3 ബംഗ്ലാദേശ് ഡി ലോഹിത്, 4 അസം. ശരിയുത്തരം A1, B2, C4, D3. ഉത്തര കേരളത്തിലെ ഗിരിവർഗക്കാരായ കരിമ്പാലരുടെ ഉർവർ നാടകം ഏത്? പൊറാട്ട് നാടകം, കാവടിയാട്ടം, സീതക്കളി, ആര്യമാല നാടകം. ശരിയുത്തരം സീതക്കളി. 1971 യുദ്ധത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും രൂപീകരിച്ച ഉടമ്പടിയുടെ പേര്? ഷിംല കരാർ, താഷ്കന്റ് കരാർ, പഞ്ചശീല തത്വം ഇവയൊന്നുമല്ല. ശരിയുത്തരം ഷിംല കരാർ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന സംവിധാനമേത്? വീറ്റോ, നിഷേധ വോട്ട്, പ്രോക്സി വോട്ട്, എക്സിറ്റ് വോൾ. ശരിയുത്തരം നിഷേധ വോട്ട്. മേൽമുണ്ട് സമരമെന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിലൊന്ന്? കുട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ ലഹള, കുറിച്യ കലാപം. ശരിയുത്തരം ചാന്നാർ ലഹള. ഇവയിൽ പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനമേത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ശരിയുത്തരം ഉത്തർപ്രദേശ്. പ്രസ്താവനകൾ നിരീക്ഷിക്കുക.
ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ CP രാമസ്വാമി അയ്യറാണ്. 2 ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന കൃതി രചിച്ചത് വി നാഗമയ്യ. 3 തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശരിയുത്തരം 1, 2. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. 1. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. 2 മന്ത്രിസഭ എഴുതി തയ്യാറാക്കിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 3. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണനാണ്. ശരിയുത്തരം 2. ഹിമാലയത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? തേയില കൃഷി ചെയ്യുന്ന മേഖല കുങ്കുമപ്പൂ, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. പരുത്തി കൃഷി ചെയ്യുന്ന മേഖല. ശരിയുത്തരം പരുത്തി കൃഷി ചെയ്യുന്ന മേഖല. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം, ചാൾസ് നിയമം, ഗേ-ലൂസാക്കിന്റെ വ്യാപ്ത സംയോജന നിയമം, അവഗാഡ്രോ നിയമം. ശരിയുത്തരം ബോയിൽ നിയമം. ശരിയായ ജോഡികൾ അടയാളപ്പെടുത്തുക. ശരിയുത്തരം 1, 2, 3. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പോറ്റി ശ്രീരാമലു, രവീന്ദ്രനാഥ് ടാഗോർ. ശരിയുത്തരം പിംഗലി വെങ്കയ്യ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2015, 2002, 2005, 2006. ശരിയുത്തരം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വങ്ങൾ. ശരിയുത്തരം മൗലികാവകാശങ്ങൾ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏത്? ബ്രഹ്മഗിരി കുന്നുകൾ, പുരളിമല, പുലച്ചിമല, അമ്പുകുത്തിമല. ശരിയുത്തരം അമ്പുകുത്തിമല. അയഡിൻ അടങ്ങിയ ഹോർമോൺ? തൈമോസിൻ, മെലറ്റോനിൻ, തൈറോക്സിൻ, ഇൻസുലിൻ. ശരിയുത്തരം തൈറോക്സിൻ. തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. 2. അപരദന തീവ്രത കൂടുതൽ. 3. കുറഞ്ഞ ജലസേചന ശേഷി. 4. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയുത്തരം 3. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. ശരിയുത്തരം ശാസ്താംകോട്ട കായൽ. ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര്?
പൊതുഭരണം, പൊതുജനാരോഗ്യം, ആസൂത്രണം, ആസൂത്രണ കമ്മീഷൻ. ശരിയുത്തരം പൊതുഭരണം. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? മനുഷ്യാവകാശ നിയമം, ബാലാവകാശ നിയമം, വിവരാവകാശ നിയമം, ബാലവേല നിരോധന നിയമം. ശരിയുത്തരം വിവരാവകാശ നിയമം. ജനാധിപത്യ രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുടെ ഘടകമല്ലാത്തതേത്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ബ്യൂറോക്രസി. ശരിയുത്തരം ബ്യൂറോക്രസി. മനുഷ്യനിൽ ജീവകം B3 നിയാസിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്ര, സ്കർവി, ബെറിബറി, റിക്കറ്റ്സ്. ശരിയുത്തരം പെല്ലഗ്ര. ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്. ശരിയുത്തരം പശ്ചിമ ബംഗാൾ. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമേത്? ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക. ശരിയുത്തരം ബ്രിട്ടൻ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.